അപ്പോൾ ഇന്നിനി നമ്മൾ പറയാൻ പോകുന്നത് വൈത്തിമ ബാൽഡസ് എന്ന സയന്റിഫിക് നെയിമുള്ള ഏഷ്യയിലത്തെ കോമൺ ഫയറിംഗ് ബട്ടർഫ്ലൈ എന്ന ഒരു പൂമ്പാറ്റയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നിംഫാലിഡേ ഫാമിലിയിൽ പെടുന്ന ഒരു പൂമ്പാറ്റയാണിത്. കോമൺ ഫയറിംഗ് ബട്ടർഫ്ലൈ എന്നാണ് ഇതിൻ്റെ ഒരു സാധാരണ വിളിപ്പേര്. ഇതിൻ്റെ നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. പ്രധാനമായും ഇന്ത്യ, ഭൂട്ടാൻ, ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, മ്യാൻമാർ, പാകിസ്ഥാൻ, തായ്ലാൻഡ്, വിയറ്റ്നാം അങ്ങനെ ഒരുവിധമുള്ള എല്ലാ ഏരിയാസിലും തന്നെ ഇതിനെ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ പോളിനേഷൻ തന്നെയാണ്. അഡൽട്ട് ഫീഡ് ചെയ്യുന്നത് നെക്ടേഴ്സ് ആണ്, അതായത് തേനാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിനേഷന് ഇത് ഒരുപാട് ഉപകരിക്കുന്ന ഒരു ജീവിയാണ്. ഇത് ഹാബിറ്റാറ്റ്സിൽ വരുന്ന ചെറിയ ചേഞ്ചസ്, വളരെ ചെറിയ വ്യതിയാനങ്ങൾ വരെയും ഇതിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി ഇക്കോസിസ്റ്റം മോണിറ്റർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ സ്പീഷീസ് കൂടിയാണ്. ഇതിൻ്റെ ലാർവ സ്റ്റേജിൽ, അതായത് കാറ്റർപില്ലർ സ്റ്റേജിൽ ഇത് മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത് കൗഗ്രാസ് ആണ്. അതായത് ആക്സനോപ്പസ് കോംപ്രസസ് എന്ന് പറഞ്ഞ സയൻറ്റിഫിക് നെയിമുള്ള ഒരു പുല്ല് വെറൈറ്റിയാണ്. അപ്പോൾ അത് പൊയേസിയ ഫാമിലിയിൽ പെടുന്ന ഗ്രാസ് ആണ്. അപ്പോൾ അവിടെയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ കാറ്റർപില്ലേഴ്സിനെ കാണാൻ പറ്റുക. ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇതൊരു ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റിൽ പെടുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ഗ്രാസ് ലാൻഡ്സും ഒരുപാട് ഈ നേറ്റീവ് ഫ്ലോറാസും ഒക്കെ നട്ടു വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ അത്യാവശ്യം നന്നായിട്ട് കൂടും. ഇത് കൂടുതലായിട്ടും പിന്നെ കണ്ടുവരുന്ന ഓപ്പൺ ഗ്രാസി ഏരിയാസിലും സെക്കൻഡറി ഫോറസ്റ്റ് എഡ്ജസിലും പിന്നെ അർബൻ ഗാർഡൻസിലൊക്കെ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഏരിയാസിൽ കണ്ടുവരുന്ന ഒരു പൂമ്പാറ്റയാണിത്. മോഡറേറ്റ് ആയിട്ട് ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ഇതിന് എഗ് സ്റ്റേജ്, ലാവ സ്റ്റേജ്, പ്യൂപ്പ സ്റ്റേജ്, ബാക്കി എല്ലാത്തിനെ പോലെ തന്നെ പ്യൂപ്പ സ്റ്റേജും പിന്നെ അഡൽട്ട് സ്റ്റേജും ആണ് ഉള്ളത്. അതിൻ്റെ അകത്ത് എഗ് സ്റ്റേജ് ഒരു 3 to 5 ദിവസം വരെയാണ് എഗ്ഗ് വിരിയാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കൗഗ്രാസിൻ്റെ അടിയിലും ഒക്കെ ആയിട്ടാണ് ഇത് എഗ്ഗ് ലേ ചെയ്യുന്നത്. പിന്നെ ലാവ സ്റ്റേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 2 ആഴ്ച വരെയാണ് ലാവ സ്റ്റേജ് വരുന്നത്. അപ്പോഴും ഈ കൗഗ്രാസ് ഒക്കെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കാറ്റർപില്ലർ ഫീഡ് ചെയ്യുന്നത് കൗഗ്രാസ് ഒക്കെയാണ്. വൈറ്റിഷ് ആയിട്ടുള്ള ബോഡിയിൽ പിങ്ക് സ്പോട്ട്സ് ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ കാറ്റർപില്ലേഴ്സ് ഉള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയാണ് അതിനെ കാണാനും. പ്യൂപ്പ സ്റ്റേജ് ആണെങ്കിൽ 1 വീക്ക് വരെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഡൽട്ട് സ്റ്റേജ് ആണ്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള എല്ലാ പൂമ്പാറ്റകളെ പോലെ തന്നെയും ഇതിൻ്റെ പ്രഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കിളികളും പിന്നെ സ്പൈഡേഴ്സും പിന്നെ വലിയ ഉറുമ്പുകളൊക്കെ ഇതിനെ ഹണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഡിഫൻസ് മെക്കാനിസം പറയുകയാണെങ്കിൽ ഇത് ക്യാമഫ്ലേജിങ് ആണ്. വിങ്സിൻ്റെ അതുള്ള ആ പാറ്റേൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയൊരു കണ്ണൊക്കെ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിയില മാതിരിയാണ് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് പ്രഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പിന്നെ ഒരു ഇറാറ്റിക് ഫ്ലൈറ്റും അതിൻ്റെ ഒരു റീസണാണ്. അതായത് പ്രഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഗ്രൗണ്ടിനോട് ചേർന്ന് വളരെ ലോ ആയിട്ടാണ് ഇത് പറക്കുന്നത്. അതും വളരെ ഫ്ലട്ടറി ആയിരിക്കും, ഭയങ്കര സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ നല്ല പാടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ണ് പോലെയുള്ള പാറ്റേൺസ് ഒക്കെ ഈ ലോക്കൽ ആർട്ട് ഫോംസിനെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഏഷ്യയിലത്തെ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലത്തെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ഫീച്ചർ ചെയ്തേക്കുന്ന ഒരു പൂമ്പാറ്റ കൂടിയാണിത്. അപ്പോൾ ഒരുപാട് കൗഗ്രാസ് ഒക്കെ നിങ്ങൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂമ്പാറ്റകൾ ഒരുപാട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂമ്പാറ്റയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ചിറക് വിടർത്തി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു 6 റിങ്സ് ആണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ 5 റിങ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് കിട്ടിയേക്കുന്നത് ഇത് ചിറക് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ, ഒരു സെക്ഷനിൽ 5 റിങ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.